അപ്പോൾ പോക്കറ്റ് കേരളയിലുള്ള എല്ലാവർക്കും സ്വാഗതം. വീണ്ടും മുമ്പിൽ നിന്ന് ഇതുപോലെ എപ്പോഴും ഒരു ചേട്ടൻ ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാത്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പഠിക്കണമെന്നെന്നും ആഗ്രഹമുള്ള സംഭവമാണ് പശുവിനെ എങ്ങനെ കറക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് എൻ്റെ ഫാമിലി ഫ്രണ്ടായ റോബർട്ടേട്ടൻ്റെ വീട്ടിലാണുള്ളത്. പുള്ളിക്ക് ഇതുപോലെ അത്യാവശ്യം പശുക്കളുണ്ട്, ഒരു നല്ല അടിപൊളി ചെങ്ങായിട്ടുള്ളൊരു ഡോഗും ഉണ്ട്. പട്ടിയുടെ എന്താണ് ക്യാരക്ടറൊക്കെ നല്ല നൈസാണ്, അവൻ കാര്യസ്ഥൻ മൂടാണ്. കയറി വന്നപ്പോഴത്തേക്ക് ആരാണ് അതൊക്കെ ഉള്ള സംഭവം. അപ്പോൾ അത് നമ്മുടെ തങ്കപ്പഞ്ചേട്ടനാണ് നമ്മളിന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. തങ്കച്ചേട്ടൻ ഒരു ഹായ് പറഞ്ഞത്. യെസ്. അപ്പോൾ തങ്കപ്പഞ്ചേട്ടൻ നമുക്ക് കറക്റ്റായിട്ട് സംഭവം പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. എന്നിട്ട് ഈ പാലിന് വെച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സംഭവം അങ്ങോട്ടെങ്കിലും പോവാം. എന്താ പറയുന്നത്? ലെറ്റ്സ് ഗോ. അപ്പോൾ തങ്കച്ചേട്ടൻ എങ്ങനെയാണ് ഇത് സംഭവം? കഴുകുക, അങ്ങനെ വഴിയാ. നഖം വരാൻ പാടില്ലെന്ന് തോന്നുന്നു. ഓക്കെ. ഏകദേശം എത്ര ലിറ്റർ പാല് കിട്ടും ഇങ്ങനെ ഒരു ഇതിൽ നിന്ന്? ഇതിപ്പോ 2 ലിറ്റർ ഉണ്ടാവുള്ളൂ. 4 ലിറ്റർ പാലിന്റെ പശുക്കൾ ഉണ്ടായിരുന്നു. കച്ചവടം. അതെ അതെ, മനസ്സിലായി. ആ, ഇതിനൊരു പിടുത്തത്തിനൊരു നാക്കുണ്ടല്ലേ? ഓക്കെ. ഇതാണ് സംഭവം. എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് തങ്കപ്പഞ്ചേട്ടൻ ഞാൻ ആദ്യം ചെയ്യണത്. ഫസ്റ്റ് ടൈമാണ്. ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതുപോലെ പിടുത്തം മാറിയിട്ടുണ്ടെങ്കിൽ. പശുവിന് പേരൊക്കെ ഉണ്ടോ? നിങ്ങൾ വിചാരിക്കുമ്പോൾ എളുപ്പമൊന്നും അല്ലട്ട ഗൈസ്, ഇത് നല്ല പാടുണ്ട് ഇത് ചെയ്യാൻ. ഓരോ മെമ്പേഴ്സിൻ്റെ വൈബിൽ ഇങ്ങനെ ഇരിക്കണേ. ഇറങ്ങാനാണല്ലേ നിനക്ക് വേയപ്പോ വളർത്തത്. എന്താ പേര്? വേർത്തത്. തങ്കപ്പടിക്കാരൻ വരുന്നുണ്ട്. പാലായിട്ട് ഫ്രഷ് പാല്. ഓക്കേ.
പട്ടീനൊക്കെ ഇങ്ങോട്ടോക്ക് ഇങ്ങോട്ടോക്ക്. മൊത്തത്തിൽ ആടാണ് കൂടുതലുള്ളത് നമുക്ക്. പശു കണ്ടോ അത് മതി മതി, അത് ധാരാളമായിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പോൾ കാണാം. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ സ്ഥലത്തെത്തി. ഇതാ എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ കറക്കിയ പാലാണ്. ചായ കുടിച്ചാലോ? ഇതുകൊണ്ടൊരു ചായ റെഡി തരാൻ പറ്റുമോ? എങ്ങനെ ചായ ഉണ്ടാക്കിയാൽ മതി. LPG ഷോർട്ടേജ് ആയ കാരണം ഗ്യാസ് ഇല്ല നമുക്ക്. അപ്പോൾ അതാണ് നമ്മൾ ഇനി വേറെ എവിടെയെങ്കിലും ഇതിനെ നമുക്ക് ചായ ഉണ്ടാക്കാൻ നമുക്ക് നോക്കണം. ഏതാണ് വൈബ് പിടിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ. ആ ബേക്സിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. അപ്പോൾ ചേട്ടാ ഇത് ഓക്കെ ആയിരിക്കും അല്ലേ? താങ്ക് യു. വേണ്ട, പുള്ളി അടിപൊളി അടിപൊളി ചങ്ങായാണ്, അടിപൊളി മനസ്സിലാണ്. നമസ്കാരം. അത് നോക്കി പുള്ളി ഉണ്ടാക്കണം. Jose, are you ready for some tea? Yeah. അപ്പോൾ അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിരുന്നു. ചേട്ടാ താങ്ക് യു. You want the I'll take the smaller one. Okay. Appa cheers, Jose. ചായ അടിപൊളി. ഇനി ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ ഫോളോ പോക്കറ്റ് കേരള പ്ലീസ്. എന്തായാലും വളരെ പറഞ്ഞു കേട്ടോ. പോയിട്ട് വരാം. ചേട്ടാ പോയിട്ട് വരാം. അങ്ങനെയൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഷോപ്പ്. അങ്ങോട്ട് വന്നോ നല്ല ചായ കിട്ടും. ഈ പാല് കിട്ടുമെന്ന് സംശയമാണ്. ബട്ട് യു വിൽ ഗെറ്റ് ഗുഡ് ചായ.